പുതിനെട്ടിൽ അമ്പലവായുമുണ്ടയ്യാ ദൈവോ മകൾ കേൾക്കവേ പരമേശ്വരൻ കാണുന്നല്ലോ എന്റെ പാർവതി മാതാവിന്റെ അടച്ചിലാഭരണങ്ങളൊക്കെ കട്ടൊളിപ്പിച്ചു കനകമാലയെ പുറത്തു വെച്ചു ഒച്ച വച്ച് കൂട്ടിക്കളഞ്ഞ ദാരികന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം ദാരികന്മാർ പുടപടിക്കണമാ ഇനി ആരെയും തുല്ലി പറഞ്ഞേക്കണമെന്നും നിലമ്പു നിൽക്കുമ്പോ അപ്പോ വഴി വരുന്നു ഏകസൂത്രപ്പെട പട്ടം പരദേശം ആര് കിഴക്കുതിച്ചു ഇടുമരുന്ന കണ്ടു തെക്കുനിന്ന് ഈർന്നമാടി പടിഞ്ഞാറ് എന്ന് വാവോട് ജ്യോതി കളി കഴിഞ്ഞു വടക്കണഞ്ഞ മാമാകം വേലപൂരങ്ങളൊക്കെ കണ്ടു കൂർക്കുളിച്ചു കൂട്ടുളിച്ചു വഴിയാല വഴി ചെല്ലുമ്പോ ദാരികന്മാരുടെ കോട്ടയോടെ വഴി ചെല്ലുന്നോട് നേരത്ത് ദാരികന്മാരവരായിരിക്കുന്നവരുടെ വാർത്താനം കണ്ടിച്ചു ബ്രഹ്മസ്യം കൂടുതലുകളൊക്കെ വലിച്ചു പൊട്ടിച്ചു വെള്ളാട്ടിപ്പയിൽ ഗുണങ്ങളൊക്കെ തല്ലി തകർന്നവരുടെ പെൺകഴുത്തിൽ പിടിച്ചു 8-10 പേടിച്ചു വൈപ്പെട്ടു ശ്രീകൈലാസത്തോടെ കടന്നു ചെല്ലുന്നു അച്ഛനോട് പറഞ്ഞു വച്ച നിങ്ങളുടെ വാക്കിനെ കേട്ടി ഞങ്ങൾ ദാരികന്മാരുടെ കോട്ടഗോപുരങ്ങളൊക്കെ പുനഃപഠിക്കാൻ വഴി ചെന്നിട്ട് ദാരികന്മാർ ഞങ്ങളെ പറ്റി പുനഃപഠിക്കുവാൻ വന്നല്ലോ ആയിരിക്കും അച്ഛൻ ശ്രീ പരമേശ്വരൻ എന്തു ഞാൻ തോറ്റാമെന്ന് മക്കളെ തൊറ്റി പറഞ്ഞ് ജീവൻ കിട്ടും വേണ്ടതൊക്കെ ക്ലേശങ്ങളൊക്കെ തീർന്നുകന്മാരില്ല നേരത്ത് കുന്നി കോപണത്തിന്റെ പറകാണ്ട് കൊണ്ടുവന്നു ജാമകടുകധാന്യങ്ങളാലെ കൊണ്ടുവന്നു ചെറുതായിട്ടുള്ളൊരു എരിഹോമ പരിഹോമങ്ങളൊക്കെ കൂട്ടുന്നു പരിഹോമത്തിൽ നിന്നും കുഞ്ഞിഹോമം കുടവയുള്ള ഞങ്ങളല്ലോ ഗണപതി മക്കള് അച്ഛന്റെ മുമ്പ് ആകപ്പെട്ട് ഇപ്പൊ എന്ത് വേണ്ട കാണുമ്പോ അച്ഛൻ ശ്രീ പരമേശ്വരൻ പറഞ്ഞു മക്കളെ നിങ്ങളെ ഞാൻ തോറ്റി വിളിച്ചത് എന്നെ ഇറക്കാനല്ല കുത്തുവാനുമല്ല മക്കളെ തോറ്റി വിളിച്ചത് മക്കളെ നിങ്ങളായിരിക്കുന്നത് ദാരികന്മാരുടെ കോട്ടയോടെ വിളി പോകണമാ ദാരികന്മാരെ വെട്ടി പുനഃപഠിച്ചവയായുള്ളൂ ഇതിനെ കൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് ആയുധങ്ങളൊക്കെ തോറ്റുവാനും കുറ്റം കുറവില്ല ഇതിനെ കൊണ്ട് ഇരുമ്പലയ്ക്ക് തോറ്റിക്കൊടുത്തു ഇരുമ്പ് ചങ്ങലയാല് തോറ്റിക്കൊടുത്തു ഇരുമ്പലയ്ക്ക് കുത്തിപ്പിടിക്കുന്ന ഇരുമ്പ് ചങ്ങലയാലെ പന്തീരടി വീശിരണ്ടല്ലോ ഗണപതി മക്കള് ദാരികന്മാരുടെ കോട്ടയോടെ പണി ചെല്ലുമ്പോ ദാരികന്മാരവരായിരിക്കുന്നു ആരല്ല കോട്ടഗോപുരവാദത്തില് കുന്നോളം മണ്ണ് കൊണ്ടൊരുക്കി വെക്കുന്നു മലയോളം ചക്കര കൊണ്ടൊരുക്കി വെക്കുന്നു കൊട്ടത്തേക്ക് വെല്ലുവേറ്റികളൊക്കെ കൊണ്ടൊരുക്കി വെച്ചു അതിൽ വാഴപ്പഴം തോട്ടം കരിമ്പിൻ തോട്ടത്താല് കൊണ്ടൊരുക്കി വെച്ച് കാണുന്നേ കൊട്ടത്തേങ്ങ വെല്ലുവേദ്യങ്ങളൊക്കെ കരിഞ്ഞു കരിമ്പിൻ തോട്ടത്തിലേക്ക് കടന്നു ചെന്നു ഗണപതി മക്കള് കരിമ്പിനാലെ കുടിച്ചു കുറുക്കിനും കഴിഞ്ഞു കദളി വാണപ്പണം തോട്ടത്തിലേക്ക് കടന്നു ചെന്നു കദളിപ്പണത്താനും കഴിഞ്ഞു അവരുടെ കുഞ്ഞി കുമ്പം കുടവേർ നടന്നു അച്ഛൻ ശ്രീ പരമേശ്വരന്റെ കൽപ്പനയും വന്നു ദാരികന്മാരുടെ കോട്ടയിലങ്ങനെ അടിപ്പാടി അണി വളരുമ്പോ അച്ഛൻ ശ്രീ പരമേശ്വരൻ ഇതിനെ കൊണ്ട് മതി പോരാ നമ്മൾക്ക് ആയിരിക്കുന്നല്ലോ തോക്കി പറഞ്ഞയച്ച മതിയായുള്ളൂ എന്നും നനന്തു അച്ഛൻ ശ്രീ പരമേശ്വരന്റെ അടിമുടിയാശാതിപാദത്തിൽ നിന്നും മറുപടികാലിമാരെ പ്രകൂട്ടം പൈവന്മാര്
108 വടക്കിലിയാത്തല്ല 1008 ഊരിൽ 12 കണ്ടാകരന്മാരെ അച്ഛന്റെ മുമ്പാകെ പൊട്ടിപ്പിറന്നു വീണ് കാണാം.